ഈ വീഡിയോയിൽ കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവെക്കുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ് 15,000 കോടി PLI സ്കീമിൽ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ PLI സ്കീം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം എന്നാണ് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 15,000 കോടി ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് 1.6 ബില്യൺ US ഡോളറാണ്. ഇത് സ്മോൾ എയർക്രാഫ്റ്റ് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ അലോക്കേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വർദ്ധിച്ചു വരുന്ന എയർപോർട്ട് ശൃംഖല, അതിനോടൊപ്പം നമുക്ക് സ്മോൾ കോമ്പാക്റ്റ് എയർക്രാഫ്റ്റുകൾ വികസിപ്പിച്ച് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ എന്തായാലും വളരെ വൈകാതെ തന്നെ ഈ കോമ്പാക്റ്റ് എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തുവിടും എന്നാണ് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ ആർമി ഫയർ ഫൈറ്റിംഗ് റോബോട്ട് ആ ഒരു ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം മാനുഫാക്ചറിങ് ഡീൽ തന്നെയാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതും ഗുജറാത്തിൽ അഹമ്മദാബാദിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഈ ഒരു കോൺട്രാക്ട് ഏറ്റെടുത്തിരിക്കുന്നത്. സ്വദേശി എംബ്രേസ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. സ്വദേശി എംബ്രേസ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്നോവേഷൻ ഫോർ ഡിഫൻസ് എക്സലൻസ് എന്നുള്ള പ്രോജക്റ്റിൻ്റെ കീഴിലാണ് ഈ ഓർഡർ ഇന്ത്യൻ ആർമി കൊടുത്തിരിക്കുന്നത്. ഐഡെക്സ് എന്ന് വിളിക്കും ഷോർട്ട് ഫോം ആയിട്ട്. സംഭവം വേറെ ഒന്നുമല്ല, ഫയർ ഫൈറ്റിംഗ് റോബോട്ട്സ് അത് തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ PSLV C-62 ആ ഒരു ലോഞ്ച് ഫെയിലിയറിനെ തുടർന്ന് ഗഗൻയാൻ മിഷൻ കുറച്ചുകൂടെ ഡിലേ ആവുകയാണ്. അതിന് കാരണം ഇനിയും അടുത്ത് തുടരെ PSLVയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഹവായ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രോജക്റ്റ് ഇപ്പോൾ നമ്മൾ ഡൗൺ ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ PSLV ലോഞ്ച് വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായിട്ടൊരു കൺഫർമേഷൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാത്രമേ ഈ ഹവായ് എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനടുത്തടുത്ത് പ്ലാൻ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റുകൾക്കെല്ലാം ഒരു ഡിലേ വരുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഗഗൻയാൻ എന്ന് പറയുന്നത് അൺക്രൂവ്ഡ് അൺമാൻഡ് സ്പേസ് മിഷനാണ്. അപ്പോൾ ആ മിഷൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഡിലേ ആവുന്നു എന്നുള്ളത് ഇച്ചിരി ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ്, പ്രത്യേകിച്ച് ISROയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇത്ര സക്സസ്ഫുള്ളി ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒന്ന് പിന്നോട്ട് വലിക്കുന്നത് പോലെ PSLV 2 വട്ടം കൃത്യമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നത്. ഇത് PSLVക്ക് മാത്രമല്ല കേട്ടോ, ചൈനയും അപ്പുറത്ത് പരാജയപ്പെടുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ നമ്മളിപ്പോൾ അതിനെ ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും കമ്പയർ ചെയ്ത് നോക്കേണ്ട ഒരു വിഷയമല്ല. സ്പേസ് ടെക്നോളജിയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് നോക്കിക്കാണുന്ന വിഷയങ്ങളാണ്. അതിൽ ചൈന പരാജയപ്പെട്ടാലും ഇന്ത്യ പരാജയപ്പെട്ടാലും എല്ലാം നമ്മൾ കോമൺലി ഒരു പരാജയമായിട്ട് തന്നെയാണ് അതിനെ കണക്കാക്കുന്നത്. അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്ക് പഠിക്കാനുണ്ടാവും. ഇന്ത്യയുടെ പരാജയത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ള സ്പേസ് ഏജൻസികൾക്കും പഠിക്കാനുണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ശരിക്കും സ്പേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആഗോളതലത്തിൽ ഒരു കണക്ഷൻ ഉണ്ട്, ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് പരസ്പരം ഇവർ മീറ്റിംഗ്സ് ഒക്കെ നടത്തി പെർമിഷനൊക്കെ വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരണത്തോടു കൂടി തന്നെയാണ് ഈ സ്പേസ് മിഷനുകളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്പേസ് മിഷൻ്റെ കാര്യങ്ങളിൽ. PSLV C-62ൻ്റെ പരാജയം എന്തായിരുന്നു, അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ISRO തന്നെയാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് പോകുന്നില്ല, കാരണം മറ്റുള്ള വിഷയങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ചൈന ആൾസോ സഫേഴ്സ് ഡബിൾ ലോഞ്ച് സെറ്റ് ബാക്ക്. അവർക്കും ഇതേപോലെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ലോങ് മാർച്ച് 3 എന്ന് പറഞ്ഞ അവരുടെ റോക്കറ്റ് ഇതേപോലെ തന്നെ ഇനിഷ്യൽ ലോഞ്ചിൽ തന്നെ പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് ചൈനയ്ക്ക് ഒരു സെറ്റ് ബാക്ക് തന്നെയാണ്. 17th എഡിഷൻ ഓഫ് ഇന്ത്യ മാൽഡീവ്സ് ശ്രീലങ്ക മാരിടൈം എക്സസൈസ് അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത് മാൽഡീവ്സിലാണ് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇതിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. പിന്നെ ഒരു ഫ്രണ്ട്ലി നേഷൻ എന്നുള്ള നിലയിൽ മറ്റുള്ള സൈഡിൽ ഇപ്പം പാകിസ്ഥാൻ ആയിക്കോട്ടെ, അതേപോലെ ബംഗ്ലാദേശ് ആയിക്കോട്ടെ, ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനത്തെ 2-3 രാജ്യങ്ങളെങ്കിലും നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എക്സസൈസൊക്കെ നമ്മളുടെ ചിലവ് തന്നെയാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചിലവ് വഹിക്കുന്നത് ഇന്ത്യയാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന് ശ്രീലങ്കയ്ക്കോ അല്ലെങ്കിൽ മാൽഡീവ്സിനോ ട്രെയിനിങ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെയൊന്നും ആരും തന്നെ പോകാൻ പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇടയ്ക്ക് മുഹമ്മദ് മൈസൂനെ പോലത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് ചൈനയുടെ അടുത്ത് വരെ പോയി മുട്ടുമടക്കി നോക്കി, എന്നിട്ട് ഒരു രക്ഷയില്ല. അവസാനം ഇന്ത്യ തന്നെയാണ് രക്ഷയ്ക്കെത്തിയത്. ഇപ്പോൾ ശ്രീലങ്ക ആയാലും ഇന്ത്യ തന്നെയാണ് രക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. മാൽഡീവ്സ് ആയാലും ഇത് തന്നെയാണ് അവസ്ഥ. ഫോറിൻ കറൻസി വരെ ഇല്ല അവർക്ക്. നമ്മളാണ് ക്രെഡിറ്റ് ലിമിറ്റിൽ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ രാജ്യങ്ങളുമായിട്ട് സഹകരിച്ച് പോകുന്നത്. ഇവരൊക്കെ ഏത് സാഹചര്യത്തിലായാലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രാജ്യം ഇവരെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഇവർ ആ സമയത്ത് തന്നെ ഇന്ത്യക്കെതിരെ പണിയെടുക്കാൻ ഒരു മടിയും കാണിക്കാത്ത രാജ്യങ്ങളാണ്. ഇത് ഇവർ പലതവണ തെളിയിച്ചിട്ടുമുണ്ട്. പിന്നെ ഇപ്പോൾ നിലവിൽ നടക്കുന്ന എക്സസൈസുകൾ നടക്കുന്നു, അത്രമാത്രം.
റഷ്യ 2026 ലോഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന Su-75 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് അതിൻ്റെ മാനുഫാക്ചറിങ് കുറച്ച് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് റഷ്യ ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അത് തന്നെയാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഈ സാഹചര്യത്തിൽ ഈ പ്രോജക്റ്റിൽ കുറച്ച് ഡിലേ വരുന്നുണ്ട് എന്നുള്ളതാണ് റഷ്യയുടെ സൈഡിൽ നിന്ന് വരുന്ന വാർത്ത. 2021 ഈ സുക്കോയ് 75 എന്ന് പറഞ്ഞ് ഈ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ സ്കെയില് മോക്കപ്പ് കഴിഞ്ഞതാണ്. ഇറ്റ് മീൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രോട്ടോടൈപ്പ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയ ഒരു പ്രോജക്റ്റാണിത്. ആ പ്രോജക്റ്റ് പൂർത്തീകരിക്കാനാണ് റഷ്യ ഈ ഒരു ഡിലേ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് കുറെ നാൾ കൊണ്ടേ സെൻട്രൽ ഗവൺമെന്റിന്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൊസൂറിൽ അവർക്ക് ഒരു എയർപോർട്ട് വേണം എന്ന് പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റ് അവർ കുറെ നാൾ കൊണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ സെൻട്രൽ ഗവൺമെന്റ് ഈ ഹൊസൂറിൽ എയർപോർട്ട് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി കാരണം എന്താണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അവർക്ക് ഹൊസൂറിൽ എയർപോർട്ടിന് വേണ്ടിയിട്ട് അവർ വെച്ചിരുന്ന പ്രൊപ്പോസൽ ഗവൺമെന്റ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് പ്രത്യേകിച്ചും സെൻട്രൽ ഗവൺമെന്റ് തള്ളിക്കളഞ്ഞോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് അല്ല ഇത് തള്ളിക്കളഞ്ഞിരിക്കുന്നത്, ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രിയാണ് ഇതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. സെക്യൂരിറ്റി റീസൺസ് ആണ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ ജനുവരി 26 റിപ്പബ്ലിക്കൻ ഡേ പരേഡിൽ തേജാസ് ഫൈറ്റർ ജെറ്റിനെ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായം കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടയിൽ ചർച്ചയാകുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ തീരുമാനിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. ഫൈറ്റർ ജെറ്റുകൾ എന്ന് പറഞ്ഞാൽ പലതവണ അപകടങ്ങളിൽ പെടുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രാധാന്യം തള്ളിക്കളയേണ്ടതില്ല. സെൻട്രൽ ഗവൺമെന്റ് ഇത്രമാത്രം സില്ലിയായിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. തേജാസ് ഫൈറ്റർ ജെറ്റ് പല എയർ ഷോകളിലും പങ്കെടുത്ത് കഴിവ് തെളിയിച്ച ഒരു എയർക്രാഫ്റ്റ് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ജനുവരി 26 ആ ഒരു പരേഡിൽ ഇതിനെ മാറ്റി നിർത്താൻ തീരുമാനിച്ചത് എന്നുള്ളത് ഡയറക്റ്റായിട്ട് ഗവൺമെന്റിന്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഇതുവരെ വ്യക്തമായ റീസൺ ഒന്നും കാരണങ്ങളൊന്നും തന്നെ അവർ വ്യക്തമാക്കിയിട്ടില്ല. നോ പർട്ടിക്കുലർ റീസൺ എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറിയാണ് ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത്. പക്ഷെ ഇത് വളരെ മോശമാണ്. ഒരു ക്രാഷിന് നമ്മൾ ഇത്രമാത്രം വറീഡ് ആവേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം ശരിക്കും. പഞ്ചാബിൽ നിരന്തരം തീവ്രവാദികൾക്ക് അനുകൂലമായ പല സാഹചര്യങ്ങളും ഇവിടെ ഇന്ത്യൻ ആർമി കണ്ടെത്തുന്നുണ്ട്. അതിലിപ്പോൾ ഇന്നലെ 3 AK-47 അതുപോലെ തന്നെ 2 പിസ്റ്റൽസ്, അതിൽ ലോഡ് ചെയ്യാനുള്ള മാഗസീൻസ്, അതേപോലെ കാട്രിഡ്ജസ് ഇതെല്ലാം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ബോർഡറുമായിട്ട് അടുത്ത് കിടക്കുന്ന പാകിസ്ഥാനും ഇന്ത്യൻ പഞ്ചാബും ആ ബോർഡറിന്റെ അടുത്തുള്ള ഏരിയയിൽ റൈഡ് ചെയ്തപ്പോഴാണ് ഇത് കണ്ടെത്തിയതായിട്ട് BSF റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഡ്രോൺ മുഖേന ഈ ക്രോസ് ബോർഡർ തീവ്രവാദം, പാകിസ്ഥാന്റെ സൈഡിൽ നിന്നും വർദ്ധിച്ചു വരുന്ന ക്രോസ് ബോർഡർ തീവ്രവാദത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലേക്കുള്ള ആയുധക്കടത്ത് നടക്കുന്നത്. ഒരു വിഷയം കൂടി പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. കഴിഞ്ഞ ഡിസംബർ 8 ഇറാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ വെച്ചിട്ട് ഒരു കപ്പൽ സീസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ കപ്പലിൽ ശരിക്കും 16 ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ ഇന്ത്യൻ ക്രൂ മെമ്പേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെ റിലീസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഇറാനുമായിട്ട് വളരെ നിർണായകമായിട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉന്നതതല ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇറാൻ ഈ 16 പേരെയും റിലീസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ നെഗോസിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറാനുമായിട്ട്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഡിലേ വരാനുള്ള കാരണം കഴിഞ്ഞ ഒരു 10-12 ദിവസം കൊണ്ട് ഇറാന്റെ ഉള്ളിൽ നടന്നിരുന്ന പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഈ ഗവൺമെന്റ് അൺസർട്ടനിറ്റി ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ചർച്ചയെ ഡിലേ ആക്കിയത്. അപ്പോൾ ഇറാന്റെ കാര്യങ്ങളൊക്കെ ഒരുവിധം സെറ്റിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇന്ത്യ വീണ്ടും ഈ സബ്ജക്ട് റീ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ചർച്ചകൾ തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിലൊരു കാര്യം കൂടി പറയാനുള്ളത് വെച്ചാൽ ഇറാന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഒരു പരിധി വരെ കെട്ടടങ്ങിയെങ്കിലും ഇറാന്റെ പുറത്തുള്ള ജനങ്ങൾ ഇറാന്റെ ഉള്ളിൽ എന്തോ സംഭവിക്കുന്നു എന്ന മട്ടിൽ അവരൊരു പ്രൊപ്പഗണ്ട, അത് പ്രൊപ്പഗണ്ടയല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ ഇന്റർനെറ്റ് കണക്ഷൻസ് ഇറാന്റെ ഉള്ളിൽ അവൈലബിൾ ആക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് പുറത്തുള്ള അവരുടെ റിലേറ്റീവ്സ്, കാരണം ഇപ്പോൾ ഇറാന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് പേര് പുറം രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ആയിട്ടുണ്ട്. പക്ഷെ അവരുടെ കുടുംബാംഗങ്ങൾ ഇവിടെ ഉണ്ട് ഇറാന്റെ ഉള്ളിൽ. അപ്പോൾ അവരുമായിട്ട് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള യാതൊരു വിവരവും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കൾ, ഈ പുറം രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ബന്ധുക്കൾ ഭയങ്കരമായിട്ടുള്ള ഭീതിയിലാണ്. ഇറാന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് അറിയണം, അവർക്ക് അതിനെക്കുറിച്ച് ആവലാതിയുണ്ട്. അപ്പോൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് പല രാജ്യങ്ങളിലും ഇറാനികൾ പ്രതിഷേധങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇത് മറ്റുള്ള രാജ്യങ്ങൾ എത്രമാത്രം എഫക്റ്റീവായിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യുമെന്ന് നമുക്കറിയില്ല. കാരണം ഇറാനും അമേരിക്കയും തമ്മിലാണ് പ്രശ്നം. അപ്പോൾ ഈ പ്രശ്ന പരിഹാരം അമേരിക്ക തന്നെയാണ് തീർത്തു കൊടുക്കേണ്ടത്. അല്ല ഇതിനകത്ത് വേറെ ഒന്നും തന്നെ നമുക്ക് പറയാനില്ല. ഇതാണ് നിലവിലെ സെനാരിയോ. അപ്പോൾ എന്തായാലും കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.